പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെക്കാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം എടുത്ത് അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയുവാൻ അവന്റെ പെങ്ങൾ ദൂരെ മാറി നിന്നു. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിക്കാൻ വന്നു. അവളുടെ ദാസിമാർ നദീ തീരത്തോടുകൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതെടുത്തു കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നപ്പോൾ ശിശുവിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ ശിശുക്കളിൽ നിന്ന് എന്ന് പറഞ്ഞു. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ ശിശുവിനെ മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. ഫറവോന്റെ പുത്രി അവളോട്, ചെന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കന്യക ചെന്ന് ശിശുവിന്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ ശിശുവിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തണം, ഞാൻ നിനക്ക് ശമ്പളം തരാം എന്ന് പറഞ്ഞു. സ്ത്രീ ശിശുവിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തി. കുട്ടി വളർന്ന ശേഷം അവൾ അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. ആ കാലത്ത് മോശെ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി. തന്റെ സഹോദരന്മാരിലുള്ള എബ്രായനെ ഒരു മിസ്രയീമ്യൻ അടിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രയീമ്യനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസം അവൻ ചെന്നപ്പോൾ 2 എബ്രായ പുരുഷന്മാർ തമ്മിൽ ചണ്ടയിരുന്നത് കണ്ടു. അന്യായം ചെയ്തവനോട്, നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിനവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപനുമാക്കിയവൻ ആരാണ്? മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശെ പറഞ്ഞ് പേടിച്ചു. ഫറവോൻ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. മോശെ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവനൊരു കിടത്തിനരികെയിരുന്നു. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാരുണ്ടായിരുന്നു. അവർ വന്ന് അപ്പന്റെ ആടുകൾക്ക് കുടിക്കാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു. എന്നാൽ ഇടയന്മാർ വന്ന് അവരെ ആട്ടിക്കളഞ്ഞു. അപ്പോൾ മോശെ എഴുന്നേറ്റ് അവരെ സഹായിച്ചു. അവരുടെ ആടുകളെ കുടിപ്പിച്ചു. അവർ തങ്ങളുടെ അപ്പനായ രഘുവേലിന്റെ അടുക്കൽ വന്നപ്പോൾ, നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നതെങ്ങനെ എന്ന് അവൻ ചോദിച്ചു. ഒരു മിസ്രയീമ്യൻ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾക്ക് വെള്ളം കോരുത്തുന്ന ആടുകളെ കുടിപ്പിച്ചു എന്ന് അവർ പറഞ്ഞു. അവൻ തന്റെ പുത്രിമാരോട്, അവനെവിടെ? നിങ്ങൾ അവനെ വിട്ടേച്ച് പോകുന്നതെന്ത്? ഭക്ഷണം കഴിക്കാൻ അവനെ വിളിക്കുവേൻ എന്ന് പറഞ്ഞു. മോശയ്ക്ക് അവനോട് കൂടെ പാർക്കാൻ സമ്മതമായി. അവൻ മോശയ്ക്ക് തന്റെ മകൻ സിപ്പോറയെ കൊടുത്തു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞ് അവന് ഗേർശോം എന്ന് പേരിട്ടു. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അവരുടെ സ്ഥിതി അറിഞ്ഞു. പാർക്കുമോ.